പ്രണയമില്ലാത്ത ദാമ്പത്യം പോലെ മറ്റൊരു നരകവുമില്ല. ഒരു പ്രണയം മരിക്കുമ്പോൾ രണ്ടുപേർ തമ്മിൽ മാത്രം അറിയാവുന്ന ഒരു ഭാഷ കൂടിയാണ് ഭൂമിയിൽ നിന്ന് ഇല്ലാതാവുന്നത്. ഇഷ്ടമായി ചേർന്നവർ ഇഷ്ടം മറന്നുപോയാൽ ജീവിതം നഷ്ടമാകും. ഇഷ്ടമില്ലാത്തവർ ഒരുമിച്ച് മരണം വരെ നീട്ടിയ വെറുപ്പിന്റെ പേരാണപ്പോൾ ജീവിതം. പരസ്പരം മിണ്ടാതെ ഒന്നിച്ചിരിക്കേണ്ടി വന്നാൽ എന്ത് ചെയ്യുന്നു? അപ്പോ അകൽച്ചയുടെ ദൂരം വളരെ പ്രകടമാണ്. ആദ്യം രണ്ടറ്റങ്ങളിലെ കസേരയിലേക്കൊക്കെ അങ്ങ് മാറിയിരിക്കും. പിന്നെ ഇടയിൽ ഒന്നോ രണ്ടോ തലയണകൾ മാത്രം. അതും കഴിഞ്ഞ് വാക്കുകളങ്ങ് തീരെ ഇല്ലാതാവും. മരണശയ്യയിൽ പോലും ഒരുമിച്ച് കിടക്കണമെന്ന് പറഞ്ഞവർ ഒരേ വീട്ടിൽ അപരിചിതരെ പോലെ ഉറങ്ങിയും ഉറങ്ങാതെയുമൊക്കെ കിടക്കും. നീ കഴിച്ചില്ലെങ്കിൽ എനിക്കും വേണ്ട എന്ന് പറഞ്ഞവർ വിശപ്പില്ല എന്ന കള്ളത്തിനെ കൂട്ടുപിടിക്കും. ഒരുമിച്ച് പോകാൻ കാത്തുനിന്നിടത്തൊക്കെ ഒറ്റയ്ക്ക് പോകാനങ്ങ് ശീലിക്കും. അകൽച്ച ഇപ്പോൾ അതിൻ്റെ ഏറ്റവും കൂടിയ ദൂരത്താണ്. ഇഷ്ടങ്ങളോടൊക്കെ പരസ്പരം മുഖം തിരിക്കുന്ന രണ്ടുപേർ. എന്തിനും ഏതിനും പിന്നെ കുറ്റങ്ങൾ മാത്രമാണ്. കണ്ടാലും മിണ്ടിയാലും മിണ്ടാതിരുന്നാലും ഒക്കെ കുറ്റം. ഒരാൾ സ്വയം മിണ്ടുന്ന നേരങ്ങളിൽ മറ്റൊരാൾക്ക് അസ്വസ്ഥത. ഉൾവലിഞ്ഞ് പതിഞ്ഞ സ്വഭാവം കാണിക്കുമ്പോൾ വെറുതെ മറ്റൊരാൾ അങ്ങ് ദേഷ്യപ്പെടും. ഒരാൾ തളർന്നാലോ സന്തോഷിച്ചാലോ കിതച്ചാലോ കരഞ്ഞാലോ പിന്നെ മുഖാമുഖം വരികയേയില്ല. ചുട്ടുപൊള്ളി വിയർത്തിരിക്കുമ്പോൾ കുത്താനായി മാത്രം വാക്കുകൾ തീക്കൊള്ളി പോലെ വരും. സ്നേഹത്തിൽ കെട്ടിയ വേലികളൊക്കെ അപ്പോ തുരുമ്പെടുത്തിട്ടുണ്ടാവും. ഇന്നലകളിലെ ഏറ്റവും വേണ്ടപ്പെട്ടവർ ഇന്ന് വെറും അപരിചിതരാകുമ്പോൾ സ്വയം പണി കഴിപ്പിച്ച ഇരുട്ടറയിൽ അങ്ങ് പിടഞ്ഞു വീഴും. എല്ലാം മക്കൾക്ക് വേണ്ടി സഹിക്കുന്നുവെന്ന ന്യായീകരണം ഉണ്ടാകും. അപ്പോൾ ഭർത്താവിന് ഭാര്യയിൽ നിന്നോ നേരെ തിരിച്ചോ കിട്ടുന്ന സന്തോഷത്തെക്കാളും സമാധാനത്തെക്കാളും വലുത് വേറെ എന്തിൽ നിന്നെങ്കിലും കിട്ടുമെന്ന് തോന്നിത്തുടങ്ങുന്നത് അപ്പോഴാണ്. ഒന്നുകിൽ എല്ലാം സഹിച്ചുകൊണ്ടൊരാൾ, അപ്പോഴേക്കും പുതുവഴികൾ തേടിപ്പോയ മറ്റൊരാൾ. ഹൃദയത്തിന്റെ അകത്തളങ്ങളെ പ്രണയപ്പനിയാൽ പൊള്ളിക്കുന്ന ചില ഇഷ്ടങ്ങളുണ്ടായിരുന്നവർ. വാക്കുകളിലൊക്കെ ഇങ്ങനെ തേൻ പുരട്ടി ആദ്യമൊക്കെ അവര് ഒരുപാട് അടുത്തുണ്ടായിരുന്നു. ഹൃദയത്തിൽ സാന്ത്വനമായും സൗഹൃദമായും വേരുകളൊക്കെ അങ്ങ് ആഴ്ത്തിയിരുന്നു. വസന്തവും വർണ്ണവുമായി ജീവിതത്തിൽ അങ്ങനെ പെയ്തിറങ്ങിയിരുന്നു. തെറ്റിദ്ധാരണകളൊക്കെ വിരുന്നു വന്നപ്പോ ഇഷ്ടങ്ങൾക്കുമേൽ അടിച്ചമർത്തലുകൾ കയറി. ഒടുവിൽ ഈ സ്നേഹത്തെയൊക്കെ അങ്ങ് ഊതിയണച്ചുകൊണ്ട് അപരിചിതരെ പോലെ പടിയിറങ്ങുന്നു. പറയാതെ അറിയുന്നതിൽ നിന്നും പറഞ്ഞിട്ടും അറിയാതെ പോകുമ്പോഴാണ് തീർത്തും അപരിചിതരായി പോയത്. അപരിചിതരായി തുടങ്ങി ഏറ്റവും പരിചിതരായി പിന്നീട് അടുത്തറിഞ്ഞ അപരിചിതരായി മാറി ജീവിതം അവസാനിച്ചങ്ങനെ പോകും.